എന്റെ യേശു എന്റെ ഉള്ളിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നെ രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. ആർക്കും ചെയ്യാൻ കഴിയാത്തത് എന്റെ യേശു എനിക്ക് തന്നു. ലോകത്തിന് തരാനും എടുക്കാനും കഴിയാത്ത സമാധാനം. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ നടുവില്, കണ്ണുനീരിന്റെ നടുവില്, കഷ്ടങ്ങളില് അതിസന്തോഷത്തോടെ ഞാൻ പ്രശംസിക്കും. I will rather glory in my infirmities that the power of God may rest upon me. ദൈവശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ സന്തോഷത്തോടെ, അതിസന്തോഷത്തോടെ എന്റെ കഷ്ടങ്ങളിൽ പ്രശംസിക്കും. ദൈവനാമത്തിന് മഹത്വം. ഹല്ലേലൂയ. യാഗം നല്ല ഇടയൻ നഗ്നരാണെന്നറിഞ്ഞു. എന്താ ഉടനെ ചെയ്തത്? അത്തിയല കൊണ്ട് ഒരു ഉടയുണ്ടാക്കി നഗ്നത മറച്ചു. നിന്റെ പാട്ടുകൊണ്ട്, ആചാരം കൊണ്ട്, പാരമ്പര്യം കൊണ്ട്, അതിനെക്കുറിച്ച് ക്രിസ്ത്യാനി എന്ന പേര് കൊണ്ട്, നിന്റെ ആചാരങ്ങളാൽ, ഉദാസങ്ങളാൽ, നിന്റെ സഭയുടെ ചട്ടങ്ങളാൽ, പള്ളി ആരാധന കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്, വേദപുസ്തക വായന കൊണ്ട്, പ്രസംഗം കൊണ്ട്, സഭയിലെ സ്ഥാനം കൊണ്ട് നീ ഉടുപ്പുകൾ ഉണ്ടാക്കി ഉടുത്തുകൊണ്ടിരിക്കുകയാണ്. നഗ്നത മറച്ചു. എവിടെ വരെ? ദൈവശബ്ദം കേൾക്കുന്നവരെ. ആ മോനെ, നീ ഉണ്ടാക്കിയ ചടങ്ങുകളുണ്ടല്ലോ, നീ ഉണ്ടാക്കിയ ഉടകളുണ്ടല്ലോ, ആചാരങ്ങളുണ്ടല്ലോ, താൽക്കാലിക ശാന്തി നിനക്ക് തരും. പക്ഷേ ദൈവശബ്ദം കേൾക്കുമ്പോൾ, അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ ഉട കൊണ്ട് സാധ്യമല്ല. ആദമേ, നീ എവിടെ? ഞാൻ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? എവിടെ പോയി ഓടാ? മോനെ, എന്റെ ദൈവമേ, മനുഷ്യനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, പാപം ചെയ്ത് ദൈവതേജസ്സറ്റ മനുഷ്യനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല. അവന് തന്റെ കയ്യിൽ നിന്ന് നീതിയുടെ ഉട കൊടുത്ത് അവനെ ഓടിപ്പിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ പ്രാപ്തനാക്കേണ്ടതിന് സ്വർഗം വിട്ടിറങ്ങി വന്ന കർത്താവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിന്റെ കയ്യിൽ നിന്ന് നീതിയുടെ ഉട നീ വാങ്ങിയിട്ടുണ്ടോ എന്ന്, നീ ശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചിട്ടുണ്ടോ എന്ന്, യേശുവിന്റെ ഉള്ളിലുണ്ടെന്ന് ഈ രാത്രി നിനക്ക് ധൈര്യമായി പറയാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അവന് ഹൃദയം കൊടുക്കുവാൻ നിന്നോട് പറയുകയാണ്. നാളെ നിനക്കുള്ളതല്ല. നിന്നെക്കാൾ വീരന്മാർ പട്ടുപോയ ലോകത്തില്, നിന്നെക്കാൾ ബലവാന്മാർ, നിന്നെക്കാൾ അഹങ്കാരികൾ, നിന്നെക്കാൾ ശക്തന്മാർ, ഭഗവാന്മാർ പട്ടുപോയ ലോകത്തിൽ ഒരു നിമിഷം മാത്രം. മനോഹരമായ ഒരു വാക്യം. Every man at his best status is altogether vanity. ഒന്നുകൂടെ പറയാം. Every man at his best status is altogether vanity. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും മോനെ, വിശുദ്ധി രാത്രി വിശുദ്ധനായ കർത്താവ് വിളിക്കുന്നു. നീതിയുടെ വസ്ത്രം നിനക്ക് ആവശ്യം. 2-3 കുറിപ്പുകൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സമയത്ത് തന്നെ നിങ്ങളെ വിട്ടുകൊള്ളാം. എന്തുകൊണ്ടാണ് പ്രവൃത്തികളാൽ രക്ഷ സാധ്യമല്ലെന്ന് പറയുവാൻ കാരണങ്ങളുണ്ട്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അന്ധകാരത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമല്ല. കേട്ടോ സഹോദര, നീ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവവുമായി സജീവമായ ബന്ധമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനം. അതിന്റെ ഉറവിടം അവിടെയാണ്. ഒരു ക്രിസ്ത്യാനി ആരാണെന്ന് ചോദിച്ചാൽ സഭയുടെ അംഗമല്ല. കേട്ടോ, സഭയുടെ അംഗത്വം വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് നിന്നെ ഒരു ക്രിസ്ത്യാനിയാക്കുകയില്ല. പ്രാർത്ഥന കേട്ടതുകൊണ്ട് അത് നിന്നെ ഒരു ക്രിസ്ത്യാനിയാക്കുകയില്ല. തെറ്റിദ്ധരിക്കരുത്. ഈ രാത്രി യേശുവിനെ തേടുമോ? യേശുവിനെ അറിയാം. അവൻ എന്റെ രക്ഷകനാണ്. അവന്റെ ഉള്ളിൽ വന്നു എന്ന് പറയുന്നവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തീയ ജീവിതം യേശുവിനോട് കൂടെയുള്ള ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവായിട്ട് എന്തോ ബന്ധമുണ്ട്?
മോളെ ക്ഷമിക്കണേ, നാളെ ഇച്ചിരൂടെ കാരണം നാളെ മാറണം കേട്ടോ. പണി പോരുതാരും, എനിക്ക് ആരോടും പണക്കമില്ല. നിങ്ങൾ ദൈവരാജ്യത്തിൽ കണ്ടില്ലേ എനിക്ക്. എൻ്റെ ചങ്കുരുകുന്നി, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ CSI-ക്കാരെ, എൻ്റെ മർത്തമ്മക്കാരെ, സത്യമായി സത്യമായി ആപത്തത്തിൽ പിശാച് വഞ്ചിച്ച് കെട്ടിയിരിക്കുകയാണ്. എൻ്റെ മോനെ, ഈ രാത്രി നിന്റെ കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുകൊണ്ട് കിടന്ന് പിടഞ്ഞു മരിക്കുന്ന യേശുവിനെ ഈ രാത്രി ഒന്ന് കാണുവാൻ. കർത്താവേ, നിന്റെ മരണത്തിനും സ്നേഹത്തിനും ഈ രാത്രി ഞാൻ വില കൽപ്പിക്കുന്നു. വായിച്ചട്ടെ, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. വേഗം വായിക്കണമേ. എല്ലാവരും ശ്രദ്ധിച്ചോണം. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നലെ രാത്രി പാപത്തിന്റെ ശിക്ഷയാകുന്ന, ന്യായവിധിയാകുന്ന ആ മരണത്തെ പറ്റി പറയുകയുണ്ടായല്ലോ സഹോദരങ്ങളെ. അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. പാപത്തിന് ശിക്ഷ നൽകിയേ മതിയാകൂ. പാപിയായ മനുഷ്യന് രക്ഷ പ്രാപിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിൽ നിന്നെയും എന്നെയും കേൾക്കണമെങ്കിൽ, ദൈവം പാപിയെ നീതീകരിക്കണമെങ്കിൽ അതിന് പാപത്തിന്റെ ശിക്ഷ നൽകിയേ മതിയാകൂ. പ്രസാദരിയാതെ നിന്റെ നെഞ്ചത്തടി കണ്ടുകൊണ്ട്, നിന്റെ കരച്ചിൽ കണ്ട്, കണ്ണുനീര് കണ്ട്, പശ്ചാത്താപം കണ്ട് നിന്നെ സ്വർഗത്തിലേക്ക് കയറ്റുവാൻ ദൈവത്തിന് സാധ്യമല്ലെന്നാൽ നീതിമാനായ ദൈവത്തിന്റെ നീതിക്ക് മാറ്റം സംഭവിക്കുക സാധ്യമല്ല. പാപിയായ പ്രസാദരിയാന്റെ പാപത്തിന്റെ ശിക്ഷ ലോകത്തിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ന്യായവിധി എവിടെയെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ യേശുവിന്റെ ക്രൂശിലല്ലാതെ വേറെ ഒരിടത്തുമില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എന്തെന്നാൽ പാപിയെ സംബന്ധിച്ച പാപത്തിന്റെ ശിക്ഷ എനിക്ക് കൊടുക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ ശിക്ഷ നിത്യമരണമാണ്, രണ്ടാം മരണം. ഒരുപാട് പുസ്തകം 20-ൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എടുക്കേണ്ട, വായിക്കാൻ സമയമില്ലേ. ദൈവത്തിൽ നിന്ന് നിത്യമായി, അതെന്താ നിത്യമായ യാതനാ സ്ഥലത്ത് നിത്യനരകത്തിൽ കഴിയുന്നതാണ് പാപത്തിന്മേലുള്ള ശിക്ഷ. ഇത് കൊടുത്ത് രക്ഷ പ്രാപിപ്പാൻ സാധ്യമല്ല, ഇതിൽ നിന്ന് ഒഴിയുവാനും സാധ്യമല്ല. പാപികളായ നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയേറ്റ് കാൽവരി ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ നീ രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രമേ നിന്റെ ശിക്ഷാവിധി ഒഴിയൂ. ശിക്ഷാവിധിയിൽ ഒഴിയണമെങ്കിൽ നിന്റെ പുണ്യപ്രവൃത്തി കൊണ്ട് സാധ്യമല്ല പോലെ. അതുകൊണ്ടാണ് അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണമല്ല. യേശുവിനെ വിശ്വസിക്കുന്നെന്ന് പറയുന്ന ക്രിസ്ത്യാനിയെ നിന്റെ പാപത്തിന്റെ പരിഹാരിയായി, പാപിയുടെ രക്ഷകനായി, പാപിയായ എന്റെ രക്ഷകനായി നീ യേശുവിനെ കണ്ടിട്ടുണ്ടോ? യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ കർത്താവേ, എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റ കാൽവരി ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ ദൈവനീതി നിവർത്തിച്ച ഹല്ലേലൂയ ദൈവത്തിന്റെ കുഞ്ഞാടേ, ഇതാ എന്റെ പാപത്തിന്റെ ശമനത്തിനായി, എന്റെ പാപപരിഹാരത്തിനായി, ദൈവരാജ്യത്തിൽ എന്നെ അവകാശിയാക്കുന്നതിനായി പാപിയായി ഞാൻ കടന്നു വരുന്നു എന്ന് നീ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ പോലെ? നീ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ പോലെ? ഇല്ലെങ്കിൽ ഈ രാത്രി നീ പ്രാർത്ഥിച്ചേ കടന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവനീതി ലോകം മുഴുവനും നിങ്ങൾ നടക്ക്. ഇന്ന് ക്രിസ്ത്യാനി പറയുന്നത് എന്താണെന്നറിയാം? യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരോടൊക്കെ തുലനം ചെയ്യും. അതുപോലെ ഒരാൾ യേശു. കേട്ടോ, എനിക്ക് സമയമില്ല പറയാൻ. എന്റെ യേശുവിനെ പോലെ പ്രഗത്ഭനായ ഒരു വ്യക്തി, ഹല്ലേലൂയ, എന്റെ യേശുവിനെ പോലെ നിസ്തുലനായ ഒരു വ്യക്തിയെ ലോകം ഇതുവരെയും കണ്ടിട്ടില്ല. ദൈവമേ, നീ മനുഷ്യനായി അവതരിച്ച് എന്റെ പാപത്തിന്റെ ശിക്ഷ ഏൽക്കുന്നതിന് നീ മാത്രമാണ് രക്ഷകൻ. യേശു രക്ഷകനാണെങ്കിൽ അവൻ ദൈവമാണ്. പാപിക്ക് പാപിയെ രക്ഷിക്കാൻ സാധ്യമല്ല. മനുഷ്യനെ രക്ഷിക്കാൻ സാധ്യമല്ല. വായിച്ചാട്ടെ, 1 കൊരിന്ത്യർ 15-ന്റെ 47-ാം വാക്യം. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് വേഗം ഞാൻ നിർത്തുകയാണ്. 2 കുറിപ്പൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. വേഗമായി. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ള. മൂന്നാമതൊരു മനുഷ്യനില്ല. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മതി സഹോദര. ഒന്നാം മനുഷ്യനായ ആദാമ്യ സന്തതിയായ കന്യകമറിയമ്മനോടോ, വിശുദ്ധന്മാരോടോ, പുണ്യവാളന്മാരോടോ, ഉപദേശന്മാരോടോ, അച്ഛന്മാരോടോ, തിരുമേനിയാടോടോ രണ്ടാം മനുഷ്യനായ യേശുവിനെ നീ തുലനം ചെയ്യരുത്.
മാത്രമാണ് ആരാധ്യം. പഠിച്ചോണ്ട് പോകാതെ യേശു മാത്രം. കന്യമറിയമേ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാണ്, അനുഗ്രഹിക്കപ്പെട്ടവളാണ്. കൊടുക്കേണ്ട സ്ഥാനം വിശുദ്ധന്മാർക്ക് കൊണ്ട് അത് കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ് കേട്ടോ. പക്ഷേ ആരാധ്യരല്ല. വിശുദ്ധ കന്യകമറിയം പറയുന്നു, എന്റെ ഉള്ളം എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു, ഉല്ലസിക്കുന്നു. ആരാധിച്ചിട്ട് കന്യമറിയാമ്മയുടെ രക്ഷകൻ യേശു കർത്താവ്. സമയമില്ലേ? യെശയ്യാവിന്റെ പുസ്തകം 43 യഹോവ സാക്ഷിയെ നെല്ലിയാക്കിന്റെ കുത്തഴിക്കുന്നത് പോലെ എന്റെ യേശു ദൈവമാണ് വാക്യം ഞാൻ ഇട്ടത്. സമയമില്ലല്ലോ, വായിച്ചാട്ടെ വേഗം. ഞാൻ തന്നെ യഹോവ. യെശയ്യാവ് 43:11. ആരുടെ പുസ്തകത്തിൽ? ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. യഹോവയല്ലാതെ രക്ഷിതാവില്ലെന്ന് യഹോവ സാക്ഷി. യേശു ക്രിസ്തു ആരാണ്? യഹോവയായ ദൈവം മനുഷ്യനായി അവതരിച്ചവരിൽ തീത്തോസ് 2:12 പറയുന്നുണ്ട്, നമ്മുടെ രക്ഷിതാവും മഹാദൈവവുമായ യേശു ക്രിസ്തുവെന്ന്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, അപ്പോൾ പാപത്തിന്റെ ശിക്ഷ ചുമന്നൊഴിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കാതെ നിന്റെ പാപത്തിന്റെ ശിക്ഷാവിധി ഒഴിയുന്നില്ല. 2 വാക്യം ഇന്നലെ വായിച്ചത് വീണ്ടും വായിച്ചാട്ടെ. യോഹന്നാൻ 3:18. ഇവിടെ കിടന്ന് കുഴങ്ങുകല്ലേ? വാക്യങ്ങളൊന്ന് വായിച്ച് വേഗം. ഇതൊക്കെ പാടി നിർത്തിക്കോ, ഇനി പാടല്ലേ സമയം. വിശ്വസിക്കുന്നവനാണ് ന്യായവിധിയില്ലാത്തത്. എന്നാൽ കാൽവരി ക്രൂശിൽ എന്റെ സ്ഥാനത്ത്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എന്റെ പാപത്തിന്റെ ന്യായവിധി ഏറ്റ കർത്താവേ, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായോ നാമത്തിൽ വിശ്വസിക്കായികയാൽ, പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകൊണ്ട് അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതിന് യേശു വേണ്ട, എനിക്ക് ലോകം മതി എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് എന്റെ സഭ മതി, എന്റെ അച്ഛന്മാർ മതി, എന്റെ തിരുമേനിമാർ മതി, എന്റെ ചടങ്ങുകൾ മതി, ആചാരങ്ങൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ തള്ളിക്കൊണ്ടു പോകുന്ന മനുഷ്യ ഈ ന്യായവിധി. ദൈവക്രോധം 36 വാക്യം. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. 5:24 വേഗം വായിച്ച. 5:24. രക്ഷിക്കപ്പെട്ടവനെ, എനിക്ക് ന്യായവിധിയില്ല. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവരിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. മരണവും ന്യായവിധിയും യേശുവിന്റെ ക്രൂശിൽ മാറ്റപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രവൃത്തിയാലല്ല പോലെ. രണ്ടാമത് 1 കൊരിന്ത്യർ 15:22 വാക്യം വീണ്ടും, ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. മരിച്ചു കിടക്കുക കേട്ടോ. എഫേസ്യർ 2:1 വാക്യം വായിച്ചാട്ട് വേഗം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനാണ് ഉയർപ്പിച്ചത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മനുഷ്യരാതി മരിച്ചു കിടക്കുകയാണ്. എഫേസ്യ ലേഖനം 4:17 പറയുന്നു, ദൈവജീവനിൽ നിന്നകന്ന് പാപിയായ മനുഷ്യൻ ആത്മീക മരണം സംഭവിച്ചവനാണ്. അതിക്രമങ്ങളില് പാപത്തില് മരിച്ചു കിടക്കുകയാണ്. ആദാമ്യ സന്തതിയെ, നല്ല കുടുംബത്തിന്റെ അംഗമേ, പെന്തിക്കോസ്തുകാരെ, ബ്രദറുകാരെ, CSIക്കാരെ, മർത്തോമക്കാരെ, യാക്കോബക്കാരെ, ഓർത്തഡോക്സുകാരെ, കത്തോലിക്കരെ, പിന്നെ എല്ലാരുമേ അക്രൈസ്തവരെ,
മരിച്ചു കിടക്കുകയാണ്. ജീവൻ പ്രാപിക്കുവാനായി ഒറ്റ ചോദ്യം, അബുദാബിയിൽ മരിച്ചവരാരെങ്കിലും സ്വന്തം ശ്രമം കൊണ്ട് ജീവൻ പ്രാപിച്ചായി കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് എന്നെ ഒന്ന് അറിയിക്കും. ഞാൻ ഇനിയും പ്രസംഗം എവിടെയും പ്രസംഗിക്കുകയില്ല. മരിച്ചു കിടക്കുന്നവന് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല പ്രവൃത്തിയുണ്ട്, നാറ്റമമിക്കുക. പ്രസാദികൾ ഞാൻ മരിച്ചുപോയി എന്ന് കേട്ടു. എന്നെ വളരെ സ്നേഹിക്കുന്ന ബാബു ഓടി വന്നു. ആദ്യം ചോദിക്കുന്നത് അച്ഛനെ വിളിച്ചു, പിന്നെ ചോദിക്കും പെട്ടിക്ക് ആളായിട്ടു. എന്താണെന്നറിയാവോ? ഇവിടെ നിന്നാണ് 6 നേരത്തെ പുള്ളിയെ കാണാൻ. സ്നേഹമില്ലാഞ്ഞല്ല കേട്ടോ. നീ ക്രിസ്ത്യാനിയാ, നിന്റെ ഭാര്യ ചോദിക്കണം, അയ്യോ ഇതുപോലെ വഷളൻ. അച്ഛമ്മേ പ്രാർത്ഥനക്കാരി ഭർത്താവിനോട് ചോദിക്കണം, പുള്ളി പറയാം ഇഞ്ചങ്ങളും മഹാകള്ളി കേട്ടോ. നാറ്റമമിക്കുകയാണ്. കുഞ്ഞുങ്ങൾ പറയും അപ്പച്ചനോട്. ഒരു മനുഷ്യന് വലിയ പ്രാർത്ഥനയാണ്, അവൻ്റെ അനിയന് വലിയ പ്രയാസം. കർത്താവേ എൻ്റെ അനിയനെ വലിയ കണ്ണുനീരും വരും. വല്ലയുടെ ഇതിലൊക്കെ കേട്ടു. ഇത് എവിടുന്ന് വരുന്നത് ഞാൻ കള്ളക്കണ്ണീര് എൻ്റെ അനിയന് കർത്താവേ വല്ലം കൊടുക്കണേ. ബാങ്കിൽ കണക്കില്ലാതെ ഇട്ടിരിക്കുക. ഇടവില്ല ഇൻകം ടാക്സുകാർ പിടിക്കുമെന്നുണ്ട്. ബ്ലേഡ് കമ്പനിയിലും ഷെയറിലും അവിടെ ഇവിടെ എല്ലാം മുടക്കി നാശപ്പെടുത്തി കിടക്കുക. വീട്ടിൽ കാണും 1 ലക്ഷമോ 5 ലക്ഷമോ രൂപയുടെ സ്വത്ത. പിന്നെല്ലാം അടിച്ചുരുക്കി ആഭരണമാക്കിക്കൊണ്ട് ലോട്ടറി വെച്ചിരിക്കുക. രാഷ്ട്രീയക്കാരെ, ദൈവത്തോട് നീ കണക്ക് പറയാനുള്ള സമയം വരികയാണ് കേട്ടോ. ദൈവം നിനക്ക് വന്നിരിക്കുന്ന പണത്തിന് ദൈവം നിന്നോട് കണക്ക് ചോദിക്കുന്ന സമയം വരുന്നുണ്ട്. വർഷക്കാരെയല്ല പറയുന്നത്, ഇന്ത്യക്കാരനെയും എല്ലാരെയും ഉപദേശിമാരെയും വെളിയിൽ പോയി പൈസ ഉണ്ടാക്കി കുംഭവീർപ്പിച്ച് എസ്റ്റേറ്റ് വാങ്ങിക്കുന്ന ഉപദേശിമാരെ, അച്ഛന്മാരെ, നിങ്ങളോടുമാണ് ഇത് പറയുന്നത്. തിരുമേനിമാരെ, എല്ലാരോടും ദൈവം തന്ന പണത്തിന് ദൈവം കണക്ക് ചോദിക്കാൻ പോകുകയാണ്. അവൻ വരാൻ പോകുകയാണ് കേട്ടോ. മോന് സഹിക്കാൻ വയ്യ. ഒരു ദിവസം മോൻ ചെന്ന് പറഞ്ഞു, അപ്പച്ച ഈ കള്ളപ്രാർത്ഥന നിർത്താം. ചാടി എഴുന്നേറ്റ്, എന്താടാ? അച്ഛൻ ആ ചെക്കെടുത്ത് അനിയന്റെ പേരൊന്ന് എഴുതി കുറച്ച് തുക അങ്ങോട്ട് കൊടുത്തേച്ച് പ്രാർത്ഥിച്ച് ദൈവം കേൾക്കണം കേട്ടോ. നാറ്റം വഹിക്കുന്നു കുഞ്ഞപ്പേദേശിയുടെ മോന. ഒരു ദിവസം ഞാനും എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചനും കൂടെ പോകുമ്പോൾ ഒരുത്തൻ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഏതാണ്ട് അവന്റെ ചെവി പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പാടാവും പറഞ്ഞത്? ഒന്നുമില്ല. എടാ ഒന്നുമില്ലെങ്കിൽ നിന്റെ ചെവി പറഞ്ഞല്ലോ, എന്നെ പറ്റിയാണെന്ന് എനിക്കറിയാം, സത്യം പറ, അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ ഇടിച്ചു കളയും. ഉടനെ അവൻ പറഞ്ഞു, നീ പോയി അവനോട് വഴക്കുണ്ടാക്കരുത്, നിന്റെ കൂടെ നടന്ന ഞാനും ചീത്തയാവുന്നു. അല്ല മോനെ മോളെ കേട്ടോ, നിന്റെ കൂട്ടുകാർക്കറിയാം നീ ആരാന്ന്. സ്കൂളിലെ കോളേജിലെ സ്വല്പം മറ്റേ സൂത്രം അടിക്കുന്നുണ്ടല്ലോ, കൂട്ടുകാർക്കറിയാം. മനുഷ്യ രക്ഷിക്കപ്പെടാത്തവന് ഈ സമുദായത്തിൽ നാറ്റമാണ്, സഭയിൽ നാറ്റമാണ്, വീട്ടിൽ നാറ്റമാണ്. ചീഞ്ഞു നാറുന്ന മനുഷ്യോ, നിന്നെ ഉയർപ്പിക്കുവാൻ എന്റെ യേശുവിനല്ലാതെ സാധ്യമല്ലേ? അച്ഛന്മാർക്കോ തിരുമേനിമാർക്കോ ഉപദേശിമാർക്കോ ചടങ്ങുകൾക്കോ ആചാരങ്ങൾക്കോ ഉദാസകൾക്കോ പള്ളികൾക്കോ സാധ്യമല്ല. പള്ളി മാറി നോക്കുന്നവരെ പടവേടുത്തി പന്തളത്തി ചെല്ലുമ്പോൾ പന്തം കെട്ടി പടയാ കേട്ടോ. എങ്ങനെ നീ മാറണ്ടോ? നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയായി നിനക്ക് യേശുവിനെ ഇവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നീ കാണുക ആവശ്യമില്ല. യേശു നിന്നെ വിളിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും ജീവനുമാകുന്നു. I am the way, the truth and the life. The life എന്ന് പറഞ്ഞാൽ there is no life outside Jesus. If Jesus Christ is the life, ഞാൻ തന്നെ ജീവനാകുന്നു. മാർത്തേ മറിയേ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നെങ്കിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ഹല്ലേലൂയ. ജീവൻ വേണമോ? യേശുവിന്റെ അടുക്കൽ പോകണം കേട്ടോ. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. എന്റെ യേശു പറഞ്ഞു, ഹല്ലേലൂയ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ജീവൻ വേണമോ? യോഹന്നാൻ 5:40, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. എത്ര രൂപ വേണേ ചെലവാക്കും. അവധിക്ക് പോകുമ്പോ ഇവിടെ നിന്ന് കെട്ടി വേളാങ്കണ്ണിക്ക് പോകും. മാർത്തോമക്കാരാ, നാണമില്ലാത്ത CSI-ക്കാരാ. നാണമില്ലാത്ത മാർത്തോമക്കാരന് CSI-ക്കാരന് പെട്ടിക്കടിയിൽ വെച്ചിരിക്കുന്ന നിന്റെ രൂപമുണ്ടല്ലോ, ആ പഴയ മോതിരം, ആ പഴയ തിരുമേനിമാരുടെ ഫോട്ടോ, വിഗ്രഹങ്ങളെ എടുത്ത് കത്തിക്കാതെ ദൈവത്തിന്റെ അനുഗ്രഹിക്കില്ല കേട്ടോ.
ഞാൻ ഒരു സഭയ്ക്കും എതിരല്ല. എന്റെ യേശുവിനെ അല്ലാതെ നീ വേറെ അറിയാം ആരാധിക്കാതെ നാളെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ബെഞ്ചുകളോട് പ്രസംഗിക്കാൻ അറിയാം. പക്ഷേ എന്റെ യേശു വരുമ്പോൾ ഈ ബെഞ്ചുകളും കല്ലുകളും എഴുന്നേറ്റ് നാർത്തു വിളിക്കും. സുവിശേഷം പറഞ്ഞു, സത്യം പറഞ്ഞു. ദൈവവചനത്തിൽ അവർ വിശ്വസിച്ചില്ല എന്ന് ന്യായം വിധിക്കുന്നവനുണ്ട്. എന്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം വൃഥാവായി മടങ്ങി വരികയില്ല. ഇന്ന് കേൾക്കുന്ന വചനത്തിന്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയില്ലെങ്കിൽ വിഗ്രഹാരാധിയായ ക്രിസ്ത്യാനിയെ നീ പൂജയുടെ വേലയ്ക്ക് 10 പൈസ കൊടുക്കത്തില്ല. പണം ചെലവാക്കി കുഞ്ഞുങ്ങളെ കൊണ്ട് പള്ളിക്ക് ചുറ്റും വലത്ത് വെച്ച വേദനയോടെ പറയട്ടെ. 3-ാമത്തെ കുറിപ്പ്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. ഞാനങ്ങ് നിർത്തിയേക്കാം കേട്ടോ. ഇതിനാദ്യം പറയുന്നത് ആദമിലായത് എങ്ങനാ? ജനനത്താൽ. കുഞ്ഞപ്പിദേശിയുടെ മോനായത് എങ്ങനാ? ജനിച്ചോണ്ട്. ജനനത്താൽ സന്തതി ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. ആദമിലായത് ജനനത്താലാണ്. ഒരു വീണ്ടും ജനനത്താൽ അല്ലാതെ യേശുവിലാകുകയില്ല. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. ആരും പണങ്ങൾ എന്തടാ അല്ലൊക്കെ തീർന്നു പോയല്ലോ. നീയും പോകുന്നുണ്ടോ വേളാങ്കണ്ണിക്ക്? ദൈവനാമത്തിന് മഹത്വം. വായിച്ചാട്ടെ. എവിടെ പോയി കെട്ടുകെട്ടിയോടെ എനിക്കെന്നെ കാര്യം സാധിക്കാനാണോ? ഞാനിത് പറഞ്ഞാൽ 10 പൈസ തരുന്നത് നിങ്ങൾ തരികയെന്ന് എനിക്കറിയാം. നിന്റെ പൈസ എനിക്ക് വേണ്ട. എന്റെ കർത്താവ് കാക്കയെ കൊണ്ട് പോറ്റിക്കുന്നവനാണ്. വിധവയുടെ പൈസ കൊണ്ട് എന്നെ പോറ്റിക്കുന്നവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. വചനം കേട്ട് രക്ഷിക്കപ്പെട്ടാൽ മതി കേട്ടോ. ഒരു ചവിട്ടുടത്തൊന്ന് അയച്ചേര്. നീ രക്ഷിക്കപ്പെടുമെങ്കിൽ എനിക്കത് മതി. എന്റെ കർത്താവ് ഹൃദയം കൊടുക്കുമെങ്കിൽ വായിച്ചിട്ട് 3-ാം അധ്യായത്തില് ഡോക്ടർ നിക്കോദിമോസ എന്ന പേരുള്ള ഒരാളുണ്ട്. പള്ളി പ്രമാണിയാണ്, കമ്മിറ്റി മെമ്പറാണ്, ഓടി നടന്ന് പ്രവർത്തിക്കുന്നവനാണ്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണ്, ഡോക്ടറേറ്റ് ഹോൾഡർ, എല്ലാവരെയും ബൈബിൾ പഠിപ്പിക്കുന്ന പുള്ളിയാണ്. ആ പരീക്ഷ പ്രമാണി, പള്ളി പ്രമാണിയാണ്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണ്. യേശു അവരോട് പറയുന്നു, നിക്കോദിമോസേ, നീ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, നല്ലതാ. നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ട്, നല്ലതാ. പള്ളിയിൽ ഒഴുക്കായിട്ട് പോകുന്നുണ്ട്, വളരെ നല്ലതാ. എല്ലാത്തിനും നല്ല സ്ഥാനമുണ്ട്. ക്യാമ്പസ് ക്രൂസൈഡിന്റെ മെമ്പർഷിപ്പ് നീ എടുത്തിട്ടുണ്ട്, അവിടെയും പോയി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. നീ ക്യാമ്പസ് ക്രൂസൈഡിന്റെ ഡയറക്ടറായി, എല്ലാം നല്ലത് തന്നെ പോലെ. പക്ഷെ ദൈവരാജ്യത്തിൽ പോണോ? നീ വീണ്ടും ജനിക്കും. മൂപ്പിലാന്റെ അടപ്പ് തെറ്റിപ്പോയി. വലിയ തിയോളജി പഠിച്ച പുള്ളിയാ. പുള്ളി ഒരിക്കൽ കർത്താവേ, ഈ വയസ്സിനായിട്ട് ഇന്ന് ചില പുള്ളികളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. അങ്ങനെയല്ല, എല്ലാവരും ഇച്ചിരി രക്ഷിക്കപ്പെടും. പല വഴികളിൽ ഒന്നാണ്. ഇതൊക്കെ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, വചനം പഠിച്ചിട്ടില്ല, യേശു ഹൃദയത്തിൽ വന്നിട്ടില്ല, ആരാണ്ടൊക്കെ നേർന്നത് കൊണ്ട് ഉന്തിത്തള്ളി പാസായപ്പോൾ പീഡിക്ക് പോയി മുറിവിടിയുമായി മടങ്ങി വന്നു. അല്ലെങ്കിൽ ഏതാണ്ട് സെമിട്രിയിൽ പോയി ഏതാണ്ടൊക്കെ പഠിച്ചു ഡോക്ടറേറ്റ് കൊണ്ടുവന്നു. ഗുണപ്പെടാത്തവനൊക്കെ എഴുതി പിടിപ്പിക്കുന്നതാണ്, പഠിപ്പിക്കുന്നതാണ്, പറയുന്നതാണ്. എന്റെ ദൈവമേ, എന്റെ ജനത്തോട്, നേതാക്കന്മാരോട് കരുണ തോന്നണമേ. യേശുവിൽ കൂടെ അല്ലാതെ രക്ഷയില്ല. എന്റെ കർത്താവ് ചോദിക്കുന്നു, എടാ കൊച്ചു പിള്ളേരോട് ചോദിച്ച് അവര് പറഞ്ഞത്, നീ ഡോക്ടറേറ്റ് ഹോൾഡറല്ലേ, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും നീ തന്നെ. 6-ാം വാക്യം വായിച്ചോട്ടെ. ജനിച്ചത് ജഡമാകുന്നു. 5-ാം വാക്യം പറയാതെ പോയാൽ കുഴപ്പമാകുമല്ലോ. ഒരിടത്തൊരാൾ കൈപൊക്കി പ്രസംഗിച്ചപ്പോ 5-ാം വാക്യം പറയണമെന്ന്. വെള്ളത്താലും ആത്മാവിലാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വെള്ളം ഒരു മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുമെങ്കിൽ മാമോദീസ വീണ ഒറ്റ കുഞ്ഞിനോട് സൂചന പറയേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് പച്ചവെള്ളമല്ല. പച്ചവെള്ളം ഒരുത്തനെയും വീണ്ടും ജനിപ്പിക്കുകയില്ല. വേറെ അറിയാവുന്ന ബ്രദറുകാരോട് ചോദിക്കേ. IPCയുടെ സ്ഥാപകനായിരുന്ന പാസ്റ്റർ കെ എബ്രഹാം എഴുതിയിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് പച്ചവെള്ളമല്ലെന്ന്. പച്ചവെള്ളം വീണ്ടും ജനിപ്പിക്കുകയില്ല. 4-ാം അധ്യായത്തിൽ ശമര്യ സ്ത്രീയോട് പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം വീണ്ടും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം അത് ചുറ്റുവോ അല്ല മോനെ. തെറ്റിച്ച് പഠിപ്പിക്കാതെ 1 പത്രോസ് 2:23 വായിര്. കെടുന്ന ബീജത്താലല്ല, വായിക്കണേ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്താലാ വീണ്ടും ജനിച്ചിരിക്കുന്നത്. കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. വചനത്താലും ആത്മാവിനാലുമാണ് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത്. അതിനാ ഇത്രയും വാക്യം തന്നത്. കേട്ടോ, വചനം കേൾക്കുമ്പോൾ, അതിന് കീഴ്പ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ജനനം. 6-ാം വാക്യത്തിൽ നിക്കോദിമോസേ, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു.
ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡപ്രകാരം ഈ ലോകത്തില് എത്ര വലിയ പാരമ്പര്യമുണ്ടെങ്കിലും, ഏത് നല്ല സഭയുടെ അംഗമാണെങ്കിലും, ഒരു വീണ്ടും ജനനം നിനക്ക് ആവശ്യമാണ്. എങ്ങനെ വീണ്ടും ജനനം പ്രാപിക്കുന്നത്? വേഗം വായിച്ചാട്ടെ. യോഹന്നാൻ 1:12-13. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ കൈക്കൊള്ളുക. 13-ാം വാക്യമായില്ലേ? 5 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം നിർത്തും. ആരും എഴുന്നേറ്റ് പോകരുത്, ആരും പിണങ്ങി പോകരുത്. ഇത് നിന്റെയോ എന്റെയോ അവസാന രാത്രി നാല് കണ്ടു. ക്രിസ്തുവിൽ ജീവിക്കുന്നവരും ക്രിസ്തുവിൽ മരിക്കുന്നവരും ബാക്കിയുള്ളവര് യേശുവേ ഈ ഹോളിനെ നിനക്കായി ഞാൻ അവകാശം പറയുകയാണ്. കുഞ്ഞുപോ ഈ രാത്രി ഇറങ്ങി കാണണമേ. 13-ാം വാക്യം. രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആരാ ദൈവത്തിൽ നിന്ന് ജനിച്ചത്? ആരാ വീണ്ടും ജന്മം പ്രാപിച്ചത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നുണ്ട്. വേഗം ഒന്ന് പറഞ്ഞേക്കാം. പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് യാക്കോബിന്റെ 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ കിടക്കുന്നു. വായിക്കാൻ സമയമില്ല. പിശാചുക്കളില്ല, പിശാചുകളുണ്ട്. ഭൂതങ്ങളെന്ന കേട്ടോ. ഭൂതങ്ങളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. നീ വിറയ്ക്കുന്നില്ലല്ലോ മോനെ. വിശ്വാസത്തിന് അടിസ്ഥാനപരമായി 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, അറിവാവശ്യം. റോമാലേഖനം 10:17. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവത്തെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണമെന്ന്, നീ പാപിയാണെന്ന്, പാപിയായ മനുഷ്യൻ ദൈവത്തിൽ വേർപെട്ട് നിൽക്കുന്നെന്ന്, ആത്മീക ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നെന്ന്, ദൈവ ന്യായവിധിയുടെ കീഴിലാണെന്ന്, നീ ആദാമിലാണെന്ന്, നീ യേശുവിലാകണമെന്ന്, ഇതെല്ലാം ആര് പറഞ്ഞു? വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു. അവനെ വിശ്വസിക്കണമെന്ന്, അവനെ സ്വീകരിക്കണമെന്ന്. കേൾവി ആവശ്യം, അറിവാവശ്യം. അറിവാരെ രക്ഷിക്കുക. വിശ്വാസത്തിന് അറിവാവശ്യം. 2, അംഗീകാരം. അംഗീകാരം എന്ന് പറയുന്നത് അങ്ങേര് പറയുന്നത് എല്ലാം ശരിയാണ്, വചനം പറയുന്നത് എല്ലാം ശരിയാണ്. ഈ അറിവ് അംഗീകാരം ഉള്ളതുകൊണ്ട് ഏത് പ്രസംഗത്തിൽ കൈവെക്കാൻ പറഞ്ഞാലും ചില പിള്ളേർ പ്രൊഫഷണൽ ഹാൻഡ് ലിഫ്റ്റേഴ്സ് എല്ലാ പ്രസംഗത്തിലും കൈവെക്കും. അറിവും അംഗീകാരവും ഇവൻ ആഴ്ച കർത്താവിന് ഉദയം കൊടുത്തിട്ടില്ല, കൊടുക്കുന്നു കേട്ടോ. എന്റെ മോനെ, അറിവ് അംഗീകാരം കൊണ്ട് എന്തോ ചെയ്യുമെന്നറിയാവോ? ദുഃഖ വെള്ളിയാഴ്ച കറുത്ത ഉടുപ്പിടും, നെഞ്ചത്തടിച്ച് കരയും, കർത്താവിനെ കൊണ്ട് ക്രൂശിക്കും, കഞ്ഞി കുടിക്കും, 40 ദിവസം പട്ടിണി കിടക്കും. ഉയർപ്പിൻ്റെ അന്ന് അതിരാവിലെ പോയി ഉയർപ്പിച്ചേച്ച് നീ പോയി കോടക്കളൂ കേട്ടോ. കൊച്ചമ്മമാരും കുടിക്കും. അയ്യോ, ഞങ്ങൾ സൊസൈറ്റി ലേഡീസ് അല്ലേ, സ്വല്പം മോന്തിയില്ലേ? എങ്ങനെ മോന്തല ക്രിസ്ത്യാനി? ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന സമയം വരികയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെയൊക്കെ അറിഞ്ഞു വിട്ടിട്ട് ഇവിടുന്ന് പോകില്ല. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനിയെ പോലെ ജീവിത യഹോവ ദൈവമെങ്കിൽ അവനെ സേവിക്ക, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ കൊണ്ട് നടക്കുക. ലോകം ക്രിസ്തുവിലേക്ക് വരാത്ത എന്താണെന്ന് അറിയാമോ? നിന്നെയും എന്നെയും പോലുള്ള ക്രിസ്ത്യാനികളെ കൊണ്ടാണ്. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന സാക്ഷികളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരട്ടെ. അറിവ് ആവശ്യമാണ്, അംഗീകാരം ആവശ്യമാണ്. ഇത് രണ്ടും കൊണ്ട് വിശ്വാസം പൂർത്തിയാകുന്നില്ല. 3-ാമത്തെ ഘടകം സമർപ്പണം. നാളെ രാത്രി വേലയിരിക്കുന്ന ആളുകൾ സ്ഥലമുള്ളിടത്തോളം താഴെ വന്നിരിക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം നിങ്ങൾക്കും എനിക്കും അത് തന്നെയാണ്. കുഞ്ഞുങ്ങളുണ്ടെന്ന് എനിക്കറിയാം. കുഞ്ഞുങ്ങളുള്ളവരെ വേണമെങ്കിൽ അവിടെ ഇരുന്നാട്ടെ. ഞാൻ അതാ കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇവിടെ ശല്യപ്പെടുത്താതെ നല്ലതാ. പക്ഷേ മറ്റുള്ളവർ ദയവായിട്ട് ഇവിടെ വന്നിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്കും എനിക്കും പ്രയോജനമായിരിക്കും. 3-ാമത്, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത്? കുഞ്ഞപ്പി ഉപദേശി പറഞ്ഞു നല്ലതാണ്, വല്യമ്മയ്ക്ക് പറഞ്ഞു നല്ലതാണ്. എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു, കർത്താവ് സൗഖ്യം തന്നു. എന്റെ രോഗസൗഖ്യം നല്ലതാ, അതൊരു മുഖാന്തരമാണ്. ആൽവരുടെ അടിസ്ഥാനത്തിൽ പാപത്തിന്റെ പരിഹാരകനായി യേശുവിനെ കണ്ടില്ലെങ്കിൽ ഈ രാത്രി യേശുവിനെ സ്വീകരിക്കുക. യേശുവിനെ സ്വീകരിക്കണമേ. വിശ്വാസത്തിന് അറിവാവശ്യം, അംഗീകാരം ആവശ്യം. 3-ാമത്തേത് സമർപ്പണം. കർത്താവേ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേൾക്കുകയും ഞാൻ അറിയുകയും ചെയ്യുന്ന സത്യത്തിന് എന്നെ തന്നെ കീഴ്പ്പെടുത്തും. ഈ രാത്രി അത് ചെയ്യുന്നു. അറിവുണ്ട്, അംഗീകാരമുണ്ട്. സമർപ്പണം വരുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോവുകയാണ്. ഒരു ഡാൻസുകാരി കുട്ടിയുടെ ജീവിതത്തിൽ അവളുടെ ഡയറിയിൽ പലയിടത്ത് എഴുതിയിട്ടുണ്ട്, യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ എൻ്റെ കർത്താവ് ഇന്ന് എന്നോട് ശക്തിയായി പറഞ്ഞു. പക്ഷേ എൻ്റെ തൊഴിൽ ഡാൻസ് ആയതുകൊണ്ട് ഇന്നെനിക്ക് സാധ്യമല്ല. അവളുടെ ഡയറിയിലെ അവസാന കുറിപ്പ് ഇങ്ങനെയാണ്: ശക്തിയായി കർത്താവിന് ഹൃദയം കൊടുക്കുവാൻ ഇന്ന് എൻ്റെ കർത്താവ് പറഞ്ഞു. ഇന്നത്തെ ഡാൻസ് കഴിഞ്ഞ് വന്ന് ഞാൻ കർത്താവിന് ഹൃദയം കൊടുക്കും.
ആ രാത്രി അവൾ മടങ്ങി വന്നില്ല. അത് അവളുടെ അവസാന രാത്രിയായി. ഇന്ന് നിന്റെ അവസാന രാത്രിയാകാതിരിക്കട്ടെ. ഈ രാത്രി യേശുവിനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നുവെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവരും ക്രിസ്തുവിൽ മരിക്കുന്നവരും ഭാഗ്യമുള്ളവര്. അതുകൊണ്ട് കർത്താവേ, ഞാൻ എന്നെ തന്നെ നിനക്കായി സമർപ്പിക്കുന്നു. മോനെ, വഞ്ചിക്കപ്പെടരുതേ. മത്തായി 7:22 വായിക്കാൻ എനിക്ക് സമയമില്ല. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്തു എന്ന് പലരുമാണ് ആളുകളിൽ എന്നോട് വന്ന് പറയും. പക്ഷേ അന്ന് ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിയാത്ത നിന്നെ അവൻ പറയാൻ പോകുന്നു, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല. ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. ഈ ശബ്ദമാണോ മോനെ നീ കേൾക്കാൻ പോകുന്നത്? ഭക്തിയുള്ള മോനെ, ഭക്തിയുള്ള മോളെ, നീ നല്ലപോലെ പ്രാർത്ഥിക്കുന്നില്ലേ? എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ എന്താ തടസ്സം? ഈ രാത്രി അവന് ഹൃദയം കൊടുക്കാൻ നിനക്ക് എന്ത് തടസ്സം? നിന്റെ അന്തസ്സോ നിന്റെ അഭിമാനമോ? യേശുവിന്റെ മുമ്പിൽ നീ പണം ചെലവാക്കണ്ട, എങ്ങും പോകണ്ട. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവിന് ഹൃദയം കൊടുത്ത് അനുഗ്രഹീതമായ അനുഭവത്തിന് നീ പാത്രനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നീ എങ്ങും പോകേണ്ട മോനെ. നീ ഭാവിയാണെന്ന് സമ്മതിക്കാമോ? യേശുവിന്റെ ഹൃദയവാതിക്കൽ തട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ ഉള്ളിൽ വരും. പാവത്തെ വെള്ളം പോലെ കുടിച്ചുകൊണ്ട് സമുദായത്തിൽ അല്ലെങ്കിൽ സഭയില്, ചടങ്ങുകളില്, ആചാരങ്ങളില് രക്ഷ പ്രാപിക്കാമെന്ന് കരുതി അയ്യോ നഗ്നത മറച്ചുകൊണ്ട് സ്വല്പ സമാധാനം ആസ്വദിക്കുന്ന മനുഷ്യ, ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരും. യേശു എന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല. യേശു എന്റെ ഹൃദയത്തിന് പുറത്താണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, യേശു ഉള്ളിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അവൻ സ്നേഹത്തോടെ ഈ രാത്രി ഒരു ചെറിയ പ്രാർത്ഥന നിന്റെ വിശ്വാസത്തിന്റെ പ്രകടനമായിട്ട് ഈ രാത്രി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ചൊല്ലുമ്പോൾ യഥാർത്ഥമായി യേശുവിനെ സ്വീകരിക്കുവാനും അനുഗ്രഹീതമായ അനുഭവത്തിന് ഉടമയാകുവാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടുകൂടി നിന്റെ വിശ്വാസത്തിന്റെ പ്രകടനമായിട്ട് പ്രാർത്ഥനയുടെ വാചകങ്ങൾ എന്റെ പിന്നാലെ നിന്റെ ഹൃദയത്തിൽ നീ ചൊല്ലുന്നു. ഈ രാത്രി നിന്റെ ചരിത്രം മാറ്റിയിരുന്ന രാത്രിയായി തീരട്ടെ. നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, ദൈവമക്കളുടെ കൂട്ടത്തിൽ നിന്നെയും എണ്ണുന്ന രാത്രിയായി തീരട്ടെ. സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായി തീരട്ടെ. സ്നേഹവാനായ യേശുവേ, അങ്ങേ എനിക്ക് ആവശ്യമാണ്. ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങൾക്കായി കർത്താവ് ക്രൂശിൽ മരിച്ചതിനായി സ്തോത്രം. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എന്റെ ഹൃദയം ഞാൻ അങ്ങേക്കായി തുറന്നു. അങ്ങന്റെ ഉള്ളിൽ കാണണമേ. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. സ്നേഹവാനായ കർത്താവേ, ഈ രാത്രി പ്രാർത്ഥിച്ച കർത്താവിനെ സ്വീകരിച്ചതിന്റെ മക്കൾക്കായി സ്തോത്രം. ഈ രാത്രി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായിരിക്കുക. അവരുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുക. സ്തോത്രം. യേശുവിന്റെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിത്യതയിൽ അവരെ കാണുമെന്നുള്ള വിശ്വാസത്തിനായി സ്തോത്രം. ജീവപുസ്തകത്തിൽ അവരുടെ പേരെഴുതിയിരിക്കുക. സ്തോത്രം. ആരെങ്കിലും ഹൃദയത്തെ കഠിനമാക്കുന്നുവെങ്കിൽ എന്റെ ദൈവമേ, നിന്റെ ന്യായവിധിയല്ല, സ്നേഹത്തിന്റെ കർമ്മങ്ങളുടെ മേൽ വെക്കണമേ. തുറന്നമേ, തുടർന്ന് വാദിക്കണമേ. യേശുവിൻ സമാധാനം കണ്ടടയുമോ? സമാധാനം കൊടുക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. പൈശാചികന്റെ ബന്ധനങ്ങളെ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും എന്റെ കർത്താവ് തുടരണമേ. ആവശ്യങ്ങളുമായി കടന്നു വന്നിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമേ. പ്രശ്നങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ. സകലത്തിനും മതിയായ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവേ, നിന്നെ സ്തുതിച്ച് ആരാധിച്ച് സമാധാനത്തോടെ നിന്റെ ജനത്തെ സമാധാനത്തോടെ അയക്കാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കാം. ഗായക സംഘം പാട്ട് പാടുന്നു. സ്തോത്ര കാഴ്ച എടുക്കുന്നു.
ഇപ്പോൾ മിസ്റ്റർ തോമസ് ആന്റണി ചില അനൗൺസ്മെന്റ്സ് നടത്തുന്നു. കൺവെൻഷൻ്റെ 3-ാം ദിവസത്തെയും അവസാന ദിനത്തേതുമായ യോഗം നാളെ കൃത്യം 8 മണിക്ക് ഈ ആലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പഠനാർഹമായ സുവിശേഷ പ്രസംഗങ്ങൾ അടങ്ങിയ കുറേ കാസറ്റുകൾ ഈ ആലയത്തിന് പുറത്ത് വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. സ്റ്റഡി ഓഫ് എഫേഷ്യൻസ് 10 വോളിയം അടങ്ങിയ കാസറ്റ് 100 ദിർഹാമിനും, സ്റ്റഡി ഓഫ് റെവലേഷൻസ് 15 കാസറ്റ് അടങ്ങിയ കാസറ്റുകൾ 125 ദിർഹാമിനാണ് വിൽക്കുന്നത്. ഇതിൻ്റെ വിൽപ്പനയുടെ ആദായം ഭാരതത്തിലെ ഗ്രാമങ്ങളിലെ സുവിശേഷീകരണത്തിനായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഏവരും സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വെള്ളിയാഴ്ച തോറും നടത്തപ്പെടുന്ന CSI സെൻട്രൽ സ്കൂൾ ഈ വരുന്ന 7-ാം തീയതി ഉണ്ടായിരിക്കുന്നതല്ല. ഇതൊരു അറിയിപ്പായി മാതാപിതാക്കൾ കരുതണമെന്ന് അപേക്ഷിക്കുന്നു. പാരിഷ് കമ്മിറ്റി അംഗങ്ങൾ ഈ യോഗത്തിന് ശേഷം അല്പസമയം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൺവെൻഷൻ ഡേയുടെ 1-ാം ദിവസത്തെ വീഡിയോ കാസറ്റുകൾ ലഭ്യമാവുന്നതാണ്. അതിൻ്റെ ഓർഡറിനായി മിസ്റ്റർ ജോർജ് ടി ജോർജിനെ സമീപിക്കേണ്ടതാണ്. താങ്ക് യു. ഓക്കെ, പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രിയിൽ നാം ശ്രമിച്ചതായ തിരുവചനത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട്, നാം ശ്രമിച്ചതായ ദൂതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് വളരെ ചുരുക്കമായി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, ഇഷ്ടത്തോടെ ആഹാരം ഞങ്ങൾക്കണമേ, ഞങ്ങളെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ഞങ്ങളെ ദോഷം രക്ഷിക്കണമേ. ശക്തിയും പിതാവ് പുത്ര പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിന്റെ കാവലും കൂട്ടായ്മയും ഞങ്ങളോട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് ഞങ്ങൾ കേട്ടതായിട്ടുള്ള തിരുവചനത്തോടും പ്രസംഗിച്ചതായിട്ടുള്ള അവിടുത്തെ ദാസനോടും ദാസന്റെ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കണമേ.